ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സമസ്തയിലെ സമവായ ചർച്ചകളിലെ തീരുമാനങ്ങളിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിലിനെ തള്ളി നേതാക്കൾ. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി രൂപീകരിച്ച സബ് കമ്മിറ്റികൾ കോർഡിനേഷൻ കമ്മിറ്റി കീഴിലാണെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ ഹമീദ് ഫൈസിയാണെന്ന് MC മായിൻ ഹാജി ആരോപിക്കുന്നു. സമസ്തയിലെ വിഭാഗീയതയിൽ അനുരഞ്ജനത്തിന്റെ ഭാഗമായി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, പ്രശ്നം പരിഹരിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയും ഇപ്പോൾ പ്രശ്നമാവുകയാണോ? സ്മൃതി, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കാരണം സമസ്തയുടെ ഈ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു 9 അംഗ അനുരഞ്ജന കമ്മിറ്റി തീരുമാനിച്ചത്. ആ അനുരഞ്ജന കമ്മിറ്റി സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കുന്നു. അതിന് പരിഹാരമായി ഈ 100ാം വാർഷികം നടത്താൻ വേണ്ടി അതിന്റെ സബ് കമ്മിറ്റികളൊക്കെ തന്നെ ഏകോപിപ്പിക്കാൻ വേണ്ടി പുതിയൊരു ഏകോപന കമ്മിറ്റിയെ, ഒരു കോർഡിനേഷൻ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. MC മായിൻ ഹാജി ചെയർമാനും അതുപോലെ തന്നെ മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററുമായിട്ടുള്ള ഒരു 7 അംഗ സമിതിയാണ്. 2 വിഭാഗത്തെയും പ്രതിനിധികൾ ഉൾപ്പെടുത്തിയാണ് 7 അംഗ സമിതി രൂപീകരിച്ചത്. ഈ സമിതി സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഒരു ഓഡിയോ സംഭാഷണം ഇന്ന് രാവിലെ പുറത്തു വരുന്നു. ആ ഓഡിയോയിൽ പറയുന്നത് ഈ സബ് കമ്മിറ്റികളെ നിയന്ത്രിക്കാനോ ഇല്ലെങ്കിൽ അതിന് താഴെയോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചുമതലകളും ഏകോപന കമ്മിറ്റിക്ക് നൽകിയിട്ടില്ല എന്നായിരുന്നു അമ്പലക്കടവിന്റെ ഈ ഓഡിയോ സന്ദേശം. ഇതോടുകൂടി ഇത് വലിയ വിവാദമാകുന്നു. അനുരഞ്ജനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി പോലും തമ്മിലടിയിലേക്ക്, അതിന്റെ പേരിൽ പോലും തമ്മിലടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സമസ്തയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പത്രപ്രസ്താവന തന്നെ ഇറക്കിയിരിക്കുന്നത്. ആ പ്രസ്താവന പറയുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞതല്ല വസ്തുത. അതിനപ്പുറത്തേക്ക് ഈ സബ് കമ്മിറ്റികളുടെ ചുമതല, ഏകോപന ചുമതല എന്ന് പറയുന്നത് പുതുതായി ഈ അനുരഞ്ജന കമ്മിറ്റി രൂപീകരിച്ച ഏകോപന കമ്മിറ്റിക്ക് തന്നെയാണ് എന്നുള്ള ലീഗ് അനുകൂല പക്ഷത്തിന്റെ വാദം ശരിവെക്കുന്ന രീതിയിൽ തന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി സംരക്ഷിക്കുന്ന രീതിയിൽ ഈ കോർഡിനേറ്ററുടെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് പുതിയ കമ്മിറ്റിയെന്നും അന്തിമ തീരുമാനം മുഷാവറയ്ക്ക് തന്നെയാണ് എന്നുള്ള 2 വിഭാഗത്തിന്റെ വാദവും ഈ പത്രപ്രസ്താവന ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശം തള്ളുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെ ജിഫ്രി തങ്ങൾ തന്നെ ഇറക്കിയിരിക്കുന്നു. നിങ്ങൾ സമസ്ത ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ ഇറക്കിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഏറെ കാലങ്ങളായ വിഷയങ്ങളിൽ അവർക്കൊക്കെ തന്നെ സംരക്ഷണം നൽകുന്ന ഒരു നിലപാടാണ് ജിഫ്രി തങ്ങളടക്കം സ്വീകരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ജിഫ്രി തങ്ങൾ ഈ ഹമീദ് ഫൈസിയെ തള്ളിക്കൊണ്ടുള്ള ഒരു പത്രപ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ലീഗ് അനുകൂല പക്ഷം അല്പസമയം മുമ്പ് മലപ്പുറം സുന്നിമൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരടക്കം അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. MC മായിൻ ഹാജി പറഞ്ഞു വെച്ചത് ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. പ്രശ്നങ്ങൾ എല്ലാ കാലത്തും തുടരാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഈ ലീഗ് അനുകൂല പക്ഷത്തിന് പ്രത്യേകിച്ച് MC മായിൻ ഹാജി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യമുണ്ടായി. സ്മൃതി. ശരി, അഷ്കർ അലി കരിമയാണ് വിവരങ്ങൾ നൽകുന്നത്.